all, welcome to another lecture in influence line diagram. In this lecture, we are continuing where we last put off to determine the ILD for arches. Okay, in the last class, we learned how to determine the arch ILDs for horizontal thrust as well as moment at a section. So in this lecture, we are going to learn how to determine the ILD of arches in case of a radial shear as well as a normal thrust. Okay, so let us start with normal thrust. So recall that the formula for a given arch at any section, for our case it is this section D, we have to find out the normal thrust or the variation of normal thrust for the section D when load moves from A to B. Okay, when the 1 kilonewton moves from A to B. So recall that the formula for normal thrust at a section, say Nx is equal to Vx sin theta plus h cos theta. അപ്പോൾ ഇതിൽ x എന്നുള്ളത് നമുക്ക് നമ്മുടെ d എന്നുള്ള അത് x ആണ്, ഇവിടെ നമുക്ക് d എന്നുള്ള നമ്മുടെ സെക്ഷൻ, അതായത് ND normal thrust at section D will be equal to Vd sin theta plus h cos theta, where h represents the horizontal thrust which is constant for a given arch. Okay, Vd will be the vertical shear at section D. അപ്പോൾ ലോഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നോക്കുമ്പോൾ കാണുന്ന ടോട്ടൽ സം ഓഫ് ഫോഴ്സസ് ആണ് ഷിയർ. ഡിയുടെ അപ്പുറം കാണുമ്പോൾ വി ഡി നമുക്ക് കിട്ടും. ഓക്കെ, സോ based on this formula, we are going to derive the ILD for normal thrust at the section D and D. Okay, so ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്, കുറച്ച് സാധാരണയിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ നമ്മൾ പഴയ പോലെ തന്നെ ഇക്വിലിബ്രിയത്തിന്റെ കേസ് ഒക്കെ കൺസിഡർ ചെയ്താണ് പോകുന്നത്. സോ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ലോഡ് എയ്ക്കും ഡിക്കും ഇടയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പം സീറോയ്ക്കും എ, അപ്പൊ ഡി എന്ന് പറയുന്ന സെക്ഷൻ എയിൽ നിന്നും സ്മോൾ എ ഡിസ്റ്റൻസിലാണ്. അപ്പൊ അതിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് y ആണ്. ഓക്കെ, ആൻഡ് ലെങ്ത് ഓഫ് ദ ആർച്ച് ഇസ് L, നടുക്കത്തെ ഹൈറ്റ് h, ബാക്കി കാര്യങ്ങൾ as usual. ഓക്കെ, സോ ബിറ്റ്വീൻ എ ആൻഡ് ഡി ലോഡ് ഈ 1 kilonewton എന്നുള്ളത് എയ്ക്കും ഡിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഡിയുടെ ലെഫ്റ്റിലോട്ടാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ കാണുന്ന സം ഓഫ് ഫോഴ്സസ് ആണ്, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് ഷിയർ ഫോഴ്സ്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ വി എ മുകളിലോട്ടും ലെഫ്റ്റ് സൈഡിൽ അപ്പ്, 1 kilonewton ലെഫ്റ്റ് സൈഡിൽ ഡൗൺ കാണിക്കുന്നുണ്ട്. Okay, so our total shear force at section D, Vd will be equal to Va minus 1 kilonewton. Okay, അപ്പം ND എന്ന് പറയുന്ന Vdയുടെ വാല്യൂ നമുക്ക് ഇത് കിട്ടി. അപ്പൊ ഇതിലോട്ട് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ഫോർമുലയിലോട്ട് Vd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ND will be equal to Va minus 1 sin theta plus h cos theta. ഓക്കെ, അപ്പം നമുക്കറിയാം Va plus Vb 1 ആണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച്. അപ്പം Vd Va minus 1 എന്ന് പറയുന്നത് Vb ആണ്. ഓക്കെ, Va minus 1 equal to minus Vb, Va plus Vb equal to 1. അപ്പൊ Va minus 1 എന്ന് പറഞ്ഞാൽ മൈനസ് Vb ആവും. അപ്പൊ ഈ ഇക്വേഷൻ വിൽ ബിക്കം, ദിസ് ND ഇക്വേഷൻ വിൽ ബിക്കം മൈനസ് Vb sin theta plus h cos theta. അപ്പൊ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നോർമൽ ത്രസ്റ്റ് at D when the load is between A and D will be equal to h cos theta minus Vb sin theta. Okay, നെക്സ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ലോഡ് ഈ 1 kilonewton ഡി കഴിഞ്ഞ് മൂവ് ചെയ്ത് ഡിക്കും ബിക്കും ഇടയ്ക്കാണ്. ഇങ്ങനെ ഇവിടുന്ന് ഈ രണ്ട് പോയിന്റിനും ഡിക്കും ബിക്കും ഇടയ്ക്കാണ് ഈ 1 kilonewton നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് എടുക്കുകയാണ്. ഈ ഫോർമുലയിൽ ഇടാൻ വേണ്ടി വി ഡി കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട്, നേരത്തെ പോലെ ലെഫ്റ്റിലോട്ട് തന്നെ നോക്കാം. ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ആകെയുള്ള ലോഡ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത് വി എ ആണ്. ഓക്കെ, 1 kilonewton ഇപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് ഇവിടെ അത് വരുന്നില്ല. സോ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി, വി ഡി എന്ന് പറയുന്നത് വി എ ഈക്വൽ ടു ആയിരിക്കും. സോ വി ഡി വിൽ ബി ഈക്വൽ ടു വി എ kilonewton. ഓക്കെ, സോ അത് അഗെയിൻ നമ്മൾ ഈ ഫോർമുലയിലോട്ട്, നോർമൽ ത്രസ്റ്റിന്റെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വി എ, ND will be equal to VA, so VA sin theta plus h cos theta. അപ്പം ഇത് ഇപ്പുറത്തോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ h cos theta plus VA sin theta എന്നുള്ള ഒരു ഫോമിലോട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ അത് ഒന്നോടെ എടുത്തെഴുതി. അഗെയിൻ നമ്മുടെ ആർച്ച് കാണിക്കുന്നുണ്ട്, ഈ ലോഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ദിസ് ഈസ് അവർ ആർച്ച്. അപ്പം എയ്ക്കും ഡിക്കും ഇടയ്ക്ക് NDയുടെ വാല്യൂ എന്ന് പറയുന്നത് h cos theta minus VB sin theta. ഓക്കെ, സിമിലർലി ഡിക്കും ബിക്കും ഇടയ്ക്ക് NDയുടെ വാല്യൂ എന്ന് പറയുന്നത് h cos theta plus VA sin theta. ഓക്കെ, അപ്പൊ നമ്മള് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ILD, ആർച്ച് സെക്ഷന്റെ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ILDയിൽ നമ്മൾ ഇതുപോലെ സിമിലർ ആയിട്ട് രണ്ട് ഗ്രാഫുകളുടെ അല്ലെങ്കിൽ രണ്ട് ടേംസിന്റെ അഡീഷൻ ആണ് കണ്ടിരുന്നത്. അതേ സിനാരിയോ തന്നെയാണ് ഇവിടെ വരുന്നത്. എയ്ക്കും ഡിക്കും ഇടയ്ക്ക് h cos theta മൈനസ് h cos theta എന്നുള്ള ഗ്രാഫിൽ നിന്നും VB sin theta ഗ്രാഫ് മൈനസ് ചെയ്യാം. ഓക്കെ, സിമിലർലി ഡിക്കും ബിക്കും ഇടയ്ക്കുന്ന
ഇടയ്ക്കുള്ള കേസ് എന്ന് പറയുമ്പോൾ എച്ച് കോസ് തീറ്റയുടെ ഗ്രാഫിൽ നിന്നും വി എ പ്ലസ് വി എ സൈൻ തീറ്റ ഗ്രാഫ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും എച്ച് കോസ് തീറ്റ എന്നുള്ള ഒരു കോമൺ ഗ്രാഫ് വരുന്നുണ്ട്. ഡിക്ക് ഇപ്പുറമാണെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന് വി ബി സൈൻ തീറ്റ മൈനസ് ചെയ്യുക, ഡി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ ഗ്രാഫിൽ നിന്ന് വി എ സൈൻ തീറ്റയുടെ ഗ്രാഫ് കുറയ്ക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 3 ടേംസ് ആണുള്ളത്, എച്ച് കോസ് തീറ്റ, വി ബി സൈൻ തീറ്റ, വി എ സൈൻ തീറ്റ. അപ്പൊ ഈ 3 എണ്ണത്തിനും ഗ്രാഫ് നമുക്ക് ആദ്യം സെപ്പറേറ്റ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എച്ചിന്റെ ഗ്രാഫ് നമുക്ക് ഓൾറെഡി അറിയാം. എച്ചിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. H, H means horizontal thrust. അതിന്റെ ഗ്രാഫ് that takes the form like this, where the middle value is, the maximum value is L/4H. അപ്പോൾ അതിൻ്റെ കൂടെ cos θ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റും കൂടെ വരുമ്പം നമ്മൾ നേരത്തെ കണ്ടു, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. ഇതിന്റെ ഈ ഇന്റർസെപ്റ്റ് മാറും, ഷേപ്പ് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാവും. ഓക്കെ, സോ എച്ച് കോസ് തീറ്റയുടെ വാല്യൂ ILD എന്ന് പറയുന്നത് ദിസ് വിൽ ബി ദ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് L/4H കോസ് തീറ്റ, എച്ച് കോസ് തീറ്റ, അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത് വി ബി സൈൻ തീറ്റ. അപ്പം വി ബി എന്നുള്ളതിന്റെ ഗ്രാഫ് നമുക്കറിയാം. വി ബിയുടെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ടേക്ക് ദ ഫോം ലൈക്ക് ദിസ്. അതായത് A1ന്റെ വാല്യൂ, ഐ മീൻ ലോഡിന്റെ വാല്യൂ എയിൽ വന്ന് നിൽക്കുമ്പോൾ വി ബി വിൽ ബി 0, 1ന്റെ വാല്യൂ ബിയിൽ വന്ന് നിൽക്കുമ്പോൾ ബിയുടെ വാല്യൂ വിൽ ബി 1. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഒരു സൈൻ തീറ്റയും കൂടെ വന്നാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇവിടെ 1 എന്നുള്ളത് 1 സൈൻ തീറ്റ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ദിസ് വിൽ ബി 1 സൈൻ തീറ്റ. ഇന്റർമീഡിയറ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് സൈൻ തീറ്റ എന്നുള്ളത് വരും. ഓക്കെ, സിമിലർലി തന്നെയാണ് വി എ സൈൻ തീറ്റയുടെ ഗ്രാഫ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ ലോഡ് വന്ന് നിൽക്കുമ്പോൾ അതിന്റെ മാക്സിമം വാല്യൂ ആയ 1 എത്തും, വി എയുടെ ILD വരയ്ക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഈ ലോഡ് ബിയിൽ എത്തുമ്പോൾ വി എയുടെ വാല്യൂ വിൽ ബി 0. അപ്പം ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. സോറി, ഇങ്ങനെയല്ല, ഇങ്ങോട്ട് എത്തി നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ വി എയുടെ കേസ് ആണ് ദിസ് വിൽ ബി 1. അപ്പോൾ വി എ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 1 സൈൻ തീറ്റ എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ അതിനെ നമ്മൾ ഒന്ന് റെപ്രസെന്റ് ചെയ്ത ഇങ്ങനെയായിരിക്കും. വി എ സൈൻ തീറ്റയുടെ, ഞാനിപ്പോൾ പറഞ്ഞ വി എ സൈൻ തീറ്റയുടെ ഗ്രാഫ് ഇങ്ങനെ വരും, വി ബി സൈൻ തീറ്റയുടെ ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, ILD ഫോർ വി ബി സൈൻ തീറ്റ, വി എ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഞാൻ എ എന്നുള്ള ഡിഫറൻസ് വെച്ച് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ സെക്ഷൻ ഡിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ എ വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എ വരെയുള്ള കേസിൽ നമ്മൾ, അതായത് അതിൽ എ ക്യാപിറ്റൽ A ടു ഡി എന്നുള്ള സെക്ഷന്റെ ഇടയ്ക്ക്, അതായത് സ്മോൾ എ ഡിസ്റ്റൻസിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും, ഈ കാണുന്ന ഗ്രാഫിൽ നിന്നും വി ബി സൈൻ തീറ്റയുടെ ഗ്രാഫ് കുറയ്ക്കണം. അതായത് ഇത് കുറയ്ക്കണം. അപ്പം അതായത് ഇത്രയും പോർഷൻ കുറയ്ക്കുക, ഈ ഷെയ്ഡഡ് പോർഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഇംപ്ലിക്കേഷൻ. അതുപോലെ തന്നെ എ കഴിഞ്ഞ്, അതായത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ, ആർച്ചിന്റെ എൻഡ് വരെ ഈ ഗ്രാഫിൽ നിന്ന്, അഗെയിൻ ഈ ഗ്രാഫിൽ നിന്നും ഈ ഗ്രാഫിന്റെ വാല്യൂ കൂട്ടുക. ഓക്കെ, അതായത് ഈ ഷെയ്ഡഡ് പോർഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് സഹായിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതാണെങ്കിലും ഒരു കോമൺ തിയറി, ഇവിടെ മൈനസും പ്ലസും ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ പറയണം. ദർ ഇസ് എ ടേം, അല്ലെങ്കിൽ ഇത് ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതുപോലെ എടുത്താണ്, ദാറ്റ് 2 ഡയഗ്രാംസ് സമ്മ് ചെയ്യണമെങ്കിൽ യു ഷുഡ് റിവേഴ്സ് 1 ആൻഡ് ആഡ് ഇറ്റ് ടു, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ഇറ്റ് ടു ദ അതർ. അല്ലെങ്കിൽ 2 ഗ്രാഫുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇത് 2 ഒരേ സൈഡിൽ ഒരുമിച്ച് വരയ്ക്കാം. ഓക്കെ, രണ്ട് ഗ്രാഫുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, 2 ഗ്രാഫ് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന്റെ റിവേഴ്സ് എടുത്തിട്ട് 2ഉം കൂടെ ഷെയ്ഡ് ചെയ്യുക. 2ഉം കൂടെ ഡിഫറൻസ് എടുക്കാനുള്ളതെങ്കിൽ 2ഉം കൂടെ ഒരുമിച്ച് വെക്കുക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. ഓക്കെ, അത് സോ ടു ഗെറ്റ് ദ സം ഓഫ് 2 diagrams, 1 diagram should be drawn reverse, and to get the difference they should be drawn on the same side. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡയഗ്രത്തിൽ നിന്നും എ വരെയുള്ള ഫിഗർ വരയ്ക്കുമ്പോൾ, ഓക്കെ, ഞാനൊന്ന് റഫായിട്ട് വരച്ച് കാണിക്കാം. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇതാണ് എച്ച് കോസ് തീറ്റയുടെ ഡയഗ്രാം. അപ്പം ടു ഗെറ്റ് ദ സം ഓഫ് ഡയഗ്രാംസ്, 1 diagram should be drawn reverse. അപ്പം ടു ഗെറ്റ് ദ ഡിഫറൻസ് they should be drawn on the same side. അപ്പം എച്ച് കോസ് തീറ്റ മൈനസ് വി ബി സൈൻ തീറ്റയാണ് നമ്മുടെ എ വരെയുള്ള കേസ്. ഓക്കെ, അപ്പം അതായത് ഈ സാധനം ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പം ഈ ഗ്രാഫിൽ നിന്നും ഒരേ സൈഡിൽ കുറയ്ക്കേണ്ട സാധനം വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്ര ഏരിയ ആണ് നമുക്ക് കുറയ്ക്കേണ്ടത്, നമ്മൾ കുറച്ചു. നൗ എ കഴിഞ്ഞ അപ്പുറത്തോട്ട് എച്ച് കോസ് തീറ്റ പ്ലസ് വി എ സൈൻ തീറ്റ. അപ്പോൾ എച്ച് കോസ് തീറ്റ അവിടെ തന്നെ ഉണ്ട്, വി എ സൈൻ തീറ്റ കൂട്ടണം.
അതായത് ഇത്രയും ഏരിയ നമുക്ക് കൂട്ടണം. അപ്പം അതിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ പറഞ്ഞു ടു ഗെറ്റ് ദ സം ഓഫ് ടു ഡയഗ്രാംസ് വൺ ഷുഡ് ബി ഡ്രോൺ റിവേഴ്സ്. അപ്പം ഈ ഡയഗ്രത്തെ തിരിച്ചങ്ങ് വെക്കണം. ഈ കാണുന്ന ഡയഗ്രത്തെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ടത് ഇത് ഇത്രയും പോർഷൻ മാത്രം മതി, ഈ ഷെയ്ഡ് പോർഷൻ മാത്രം മതി. അതിനെ നമ്മൾ തിരിച്ചു വെച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി ദ ഷേപ്പ് ഓഫ് ഗ്രാഫ്. അതില് ഈ കാണുന്ന പോർഷൻ ആയിരിക്കും, ഈ കാണുന്ന മാർക്കഡ് പോർഷൻ ആയിരിക്കും ILDയുടെ ഭാഗങ്ങൾ. ബാക്കിയുള്ളത് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഈ കാണുന്ന ഏരിയ കോൺട്രിബ്യൂഷൻ ഇല്ല. ഓക്കെ, ഇപ്പൊ ഇതിനൊന്ന് വൃത്തിയായിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം എച്ച് കോസ് ഈ കാണുന്ന ട്രയാങ്കിൾ എച്ച് കോസ് ഇത് എച്ച് കോസ് തീറ്റയുടെ ഡയഗ്രാം ആണ്. അതിൽ നിന്നും ഈ കാണുന്ന ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യിച്ചാൽ ആക്ച്വലി ദിസ് ഇസ് എ ട്രയാങ്കിൾ. ഇതെന്ന് പറയുന്നത് VB സൈൻ തീറ്റയുടെ ഗ്രാഫ് ആണ്. പക്ഷെ അതിൽ ഇത്രയും ഏരിയ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, അത് നമ്മൾ കുറച്ചു. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കാണുന്നത് VA സൈൻ തീറ്റയുടെ ഗ്രാഫ് ആണ്. അപ്പൊ അതിന്റെ ഇത്രയും ഏരിയ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കി അതുകൊണ്ടാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്, ഡോട്ടഡ് ആക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ കാണുന്നതാണ് ഷെയ്ഡഡ് പോർഷൻസ് ആണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. അതായത് ദിസ് റെപ്രസെന്റ് ദ ILD ഓഫ് നോർമൽ ത്രസ്റ്റ് അറ്റ് D. അപ്പോൾ അഗൈൻ റെപ്രസെന്റേഷന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സെക്ഷനിൽ അല്ലെങ്കിൽ D എന്ന് പറയുന്ന പോയിന്റിലെ നോർമൽ ത്രസ്റ്റ് ലോഡ് ഈ 1 kN ഡിയിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും. ഓക്കെ, സിമിലർലി ഈ ലോഡ് ഇവിടെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ, ഈ സീഡ് അപ്പറാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത്ര ആയിരിക്കും. ഇത് രണ്ടും കൂടെ സം ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ ഡു ബൈ ഇന്റർപോളേഷൻ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി വെച്ച് ചെയ്യാം. പക്ഷെ അതിന്റെ ആക്ച്വലി ഇതൊരു പ്രോബ്ലമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമുക്ക് അധികം വരാറില്ല. ഇതിലെ നമുക്കിതിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഈ ഫിഗർ ഡെറിവേഷൻ മാത്രം അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ നോട്ട് അല്ലെങ്കിൽ ഈ കാര്യം ക്ലിയർ ആക്കുക. ഓക്കെ, ദിസ് പോയിന്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് യെസ്. സോ വിത്ത് ദാറ്റ് we move on to the next point, which is the ILD for normal thrust at a section. Okay, sorry, radial section, radial shear ആണ് ഞാനത് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. So this should be radial shear. Okay, this should be radial shear. അപ്പോൾ radial shearന്റെ ഫോർമുല നമുക്കറിയാം. radial shear should be we find out the formula Rx is Vx cos theta minus h sin theta ആണ്. അപ്പോൾ നമുക്ക് D എന്ന് പറയുന്ന സെക്ഷനിലെ റേഡിയൽ ഷിയർ ആണ് അറിയേണ്ടത്. സോ ദാറ്റ് വാല്യൂ വിൽ ബി RD equal to VD cos theta minus h sin theta. അഗെയിൻ പഴയ അതായത് നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിച്ച അതേ സിനാരിയോ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ബിറ്റ്വീൻ A and D VDയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഫോർമുല വിൽ ബി മൈനസ് ഓഫ് h sin theta പ്ലസ് VB cos theta എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഈ RDയിലോട്ട് VDയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ലോഡ് Dക്കും Bക്കും ഇടയ്ക്കാണെങ്കിൽ, ഓക്കെ, ആദ്യമേ നമ്മൾ കണ്ട് Aക്കും Dക്കും ഇടയ്ക്കുള്ളപ്പോഴാണ്. ഇനി Dക്കും Bക്കും ഇടയ്ക്കാണ് ലോഡ് നിൽക്കുന്നതെങ്കിൽ VDയുടെ വാല്യൂ അഗൈൻ VA തന്നെയാണ്. അപ്പം RDയുടെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് RDയുടെ ഫോർമുല. അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് RD വിൽ ബി ഈക്വൽ ടു മൈനസ് h sin theta പ്ലസ് VA cos theta എന്നുള്ള ഒരു ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ അഗെയിൻ നമ്മൾ ഇവിടെ നമുക്ക് 3 ടേംസ് ആണുള്ളത്. h sin theta, VB cos theta, VA cos theta, അങ്ങനെ 3 സാധനമാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് ഫിഗർ ഇവിടെ വരയ്ക്കേണ്ടത്. h cos theta ഫിഗർ വരച്ചു അതേപോലെ തന്നെയാണ്. hന്റെ കൂടെ അതിന്റെ കൂടെ sin theta വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് h sin theta ILD കിട്ടും. ദാറ്റ് ഈസ് L/4h sin theta എന്നുള്ള ഒരു മാക്സിമം കോർഡിനേറ്റിന്റെ കേസുള്ള ILD ഫോർ h sin theta. അതാണ് ഈ കാണുന്നത്. സിമിലർലി VA cos theta കേസ് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ 1 എന്നുള്ള മാക്സിമം വരും. VAയുടെ ILD വരയ്ക്കുമ്പോൾ അത് 1 ആയിരിക്കും. അപ്പോൾ VA cos theta വരുമ്പോൾ അത് 1 cos theta വരും. അത്ര ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, സിമിലർലി VB cos theta ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ VB പോലെ വരച്ച് അതിനെ ഇൻഡു cos theta ചെയ്യുമ്പോൾ അപ്പം മാക്സിമം കോർഡിനേറ്റ് 1 cos theta എന്നുള്ള വാല്യൂവിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അഗൈൻ ബിറ്റ്വീൻ A and D ഈ ഗ്രാഫിന്റെ കൂടെ ഈ ഗ്രാഫിന്റെ ഇത്രയും പോർഷൻ വരും. അപ്പോൾ D കഴിഞ്ഞ് B വരെ ഇത്രയും ഏരിയ ആണ് ഇതിൻ്റെ അകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഷെയ്ഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലോസഫിയിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ something wrong, technically wrong. Okay, അപ്പം this will be our
ഗ്രാഫ്. ഓക്കെ, അപ്പം അഗെയിൻ cos h sin തീറ്റയുടെ ഗ്രാഫ്, അതിൻ്റെ കൂടെ ഇത്രയും പോർഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തു, അതുപോലെ ഇത്രയും പോർഷൻ നമ്മൾ റിവേഴ്സ് ഇട്ടിട്ട് ആഡ് ചെയ്തു, വി എ കോസ് തീറ്റ ആഡ് ചെയ്തു. ഓക്കെ, ഐ മീൻ വി കോസ് തീറ്റ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് ദ മെത്തേഡ് ദാറ്റ് വി അഡോപ്റ്റഡ് ഫോർ റേഡിയൽ സോറി നോർമൽ ത്രസ്റ്റ്. ഓക്കെ, അപ്പം ദിസ് ഈസ് ഹൗ ദ വാല്യൂ വിൽ ബിക്കം. അപ്പം ഇതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഈസ് ഇവിടെ ആണ് 1 kN ലോഡ് വരുന്നതെങ്കിൽ ഡിയിൽ ഉണ്ടാകുന്ന നോർമൽ ഐ മീൻ റേഡിയൽ ഷിയറിന്റെ വാല്യൂ ഈസ് ദിസ് വാല്യൂ, ഈ ഓർഡിനേറ്റിന്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഇന്റർപ്രറ്റ് ദിസ്. Okay, so that is all about how to draw ILDs for 4 cases. നമ്മൾ കണ്ടു, horizontal thrust ആണെങ്കിലും bending moment at a section, normal thrust at a section, radial shear at a section, 4 cases നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇതിൽ ആർച്ചിന്റെ കേസിൽ പറയുമ്പോൾ ഈ 4 എണ്ണം വരയ്ക്കാൻ അറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പ്രോബ്ലമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറവായിരിക്കും, എങ്കിലും ബേസിക് പ്രോബ്ലംസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. സോ വിൽ സീ വൺ പ്രോബ്ലം ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ടിൽ ദെൻ താങ്ക് യു സോ മച്ച്.